നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. എടയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 11 സെന്റർ നമ്പർ 17 അംഗനവാടി വാർഷികവും ഡോക്ടർ ജിബിൻ ജോഷിക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. വാർഷികാഘോഷം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അസീന ഇബ്രാഹിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാർഡ് മെമ്പർ ശ്രീ കെ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി വേലായുധൻ മുഖ്യാതിഥിയായി. ഡോക്ടർ ജിബിൻ ജോഷിക്കുള്ള ആദരവ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ആയിഷ ചിറ്റകത്ത് നിർവഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ രാജീവ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ പി ടി അയ്യൂബ്, ICDS സൂപ്പർവൈസർ കെ രാധിക, യു മൊയ്തീൻകുട്ടി എന്ന ബാപ്പുഹാജി, മൊയ്തു കെ പി, ഫാത്തിമ വി പി, ജമാൽ മുഹമ്മദ്, വി പി ഇബ്രാഹിം, കെ കെ ദേവിക, സൈനുദ്ദീൻ എം, അബ്ദുൽ ജബ്ബാർ TT, അബ്ദുൽ കരീം TT, ഖാലിദ് തൊട്ടിയൻ, ഫൈസൽ ബാബു, കുഞ്ഞുട്ടി VP, മുഹമ്മദ് ഷാഫി K, അബ്ദുസമദ് M, ജംഷിദ TK, റിയാസ് ഷബ്ന, സാജിദ K, റംല K, VPM റഷീദ്, മുഹമ്മദ് കുട്ടി, അൻവർ MK എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അങ്കണവാടി ജീവനക്കാരായ M ഗ്രീഷ്മ സ്വാഗതവും PM ഗീത നന്ദിയും പറഞ്ഞു. തുടർന്ന് അങ്കണവാടി കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരുടെ കലാപരിപാടികൾ അരങ്ങേറി. കൂടാതെ എടയൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ കോൽക്കളിയും വേദിയിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, എടയൂർ. നമ്മുടെ അങ്കണവാടിയുടെ 1ാം വാർഷികാഘോഷ പരിപാടിയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. 17 വർഷത്തോളം നമ്മുടെ അങ്കണവാടി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. 1ാം വർഷം ആഘോഷിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഈ സദസ്സ് ഇതുപോലുള്ള ഒരു സമയത്ത്, ഇത്ര നേരത്തെ ഇതുപോലെ പ്രൗഢഗംഭീരമായുള്ളൊരു സദസ്സ് നമ്മൾക്ക് എവിടെയാണ് വീക്ഷിക്കാൻ പറ്റുക? സാധാരണ സദസ്സൊക്കെ ഉണ്ടാകാറുണ്ട്, വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി എത്താറുണ്ട്. ഈ പ്രൗഢഗംഭീരമായ സദസ്സ് തന്നെ നിങ്ങൾ വരുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പറയുകയുണ്ടായി എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നുള്ളത്. അത് നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് തോന്നുന്നത്. നമ്മൾ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് നമ്മൾ പ്രിയപ്പെട്ട വാപ്പാക്ക നമുക്ക് തന്ന സ്നേഹപൂർവ്വം സൗജന്യമായിട്ട് തന്ന ആ 3 സെൻറ്റ് ഭൂമിയിൽ നമ്മളെ പ്രിയപ്പെട്ട ആയിഷ മെമ്പർ വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് നൽകിയ ആ 18 ലക്ഷത്തിലധികം വരുന്ന രൂപ കൊണ്ട് ഇത്ര മനോഹരമായിട്ടൊരു അങ്കണവാടി നിർമ്മിച്ചതിൽ ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവനുമുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ ഓരോ വർഷവും കിട്ടുന്ന അവസരമാണിത്. അതൊരിക്കലും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ഈ അങ്കണവാടിയുടെ വാർഷികം സമുചിതമായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞു. കൂട്ടായ്മ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുകയാണ്. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഈ നാടിൻ്റെ ഒത്തൊരുമ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന എല്ലാവരെയും പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഈ കൂട്ടായ്മ എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് സാമ്പത്തികവും മറ്റു പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്ന് കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസരത്തിൽ നമുക്ക് സൗജന്യമായി സ്ഥലം അനുവദിച്ച ബാപ്പു ഹാജിയെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അറിയിക്കണം. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ 1ാം ക്ലാസ്സിൽ ആദ്യാക്ഷരം പഠിപ്പിച്ച അസീന ടീച്ചറോട് ഇരിക്കുന്നുണ്ട്. അസീന ടീച്ചറെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും ഈ അംഗനവാടിക്ക് നേരുന്നു. വളരെ കാലത്തെ ഒരാഗ്രഹമായിരുന്നു ഈ പ്രദേശത്ത് സ്വന്തമായിട്ടൊരു അംഗനവാടി സ്ഥാപിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ വർഷമാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. അതിന് നിമിത്തമായുള്ള വാപ്പുഹാജിയെ ഈ നാടിൻ്റെ പ്രത്യേക മാതൃക അറിയിക്കുന്ന ആൾ കൂടിയാണ്. ഒരു സന്തോഷ നിമിഷത്തിലാണ് ഒരു അംഗനവാടിക്ക് വേണ്ടി സ്ഥലം സൗജന്യമായി വിട്ടുകൊടുക്കാനും അതിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു അംഗനവാടി കെട്ടിടം നിർമ്മിക്കാനും അതിൻ്റെ വാർഷികം ആഘോഷിക്കാനും പറ്റിയത് വലിയ അഭിമാനം തന്നെയാണ്. ഇവിടെ കാണുന്ന ഈ ജനങ്ങളും ഈ ആളുകൾ ഈ അംഗനവാടി വാർഷികം ആഘോഷത്തിന് വന്നെത്തിയവരെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്.
ഒരു പ്രദേശത്തിൻ്റെ ആവശ്യമായിരുന്ന അംഗനവാടി. ഇവിടെ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്കും വലിയൊരു ആവശ്യമായിരുന്നു ഈ അംഗനവാടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംയോജിത ശിശുവികസന പരിപാടിയുടെ ഭാഗമായി ഗ്രാമങ്ങളിൽ കുട്ടികൾക്ക് അനൗപചാരിക വിദ്യാഭ്യാസവും മനസ്സിനും ശരീരത്തിനും ഉല്ലാസവും സന്തോഷവും ഒക്കെ നൽകുന്നതിൻ്റെയും ഭാഗമായും കൗമാരപ്രായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയും മുലയൂട്ടുന്ന അമ്മമാർക്കും അവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ ICDS എന്ന് പറയുന്ന സംവിധാനം. സന്തോഷവും സ്നേഹവും പങ്കുവെക്കുകയാണ്. കാരണം ഞാനിവിടെ വന്നപ്പോൾ തന്നെ വിചാരിക്കുകയായിരുന്നു, ഒട്ടും എളുപ്പമല്ല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു സാമ്പത്തികമാണെങ്കിലും അതിന് വരുന്ന മറ്റ് എഫേർട്ടുകളാണെങ്കിലും ഒന്നും അത്ര ചെറുതല്ല. അപ്പോൾ വളരെ വലിയൊരു എന്താ പറയുക എഫേർട്ടും അതുപോലെ തന്നെ കുറേ കാലത്തൊരു ശ്രമമൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനൊരു പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ പറ്റുള്ളൂ. പക്ഷേ വളരെ ചെറിയൊരു കാലയളവിനുള്ളിലാണ് ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതെന്നാണ് വിശ്വേട്ടനൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അംഗനവാടിക്ക് വേണ്ടി അനുവദിച്ചു തന്ന നമ്മുടെ എല്ലാ പരിപാടികളോടും എപ്പോഴും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ വാപ്പുഹാജിയുടെ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ വാർഷിക ആഘോഷ പരിപാടിയുടെ ഈ വേദിയിൽ നമ്മൾ കെട്ടിയിട്ടുള്ളത്. അതിന് പ്രത്യേകം നന്ദി വാപ്പുഹാജിയോട് അറിയിക്കുകയാണ്. വീടിലും നല്ലവരാവുക, നാടിലും നല്ലവരാവുക, വീടിലും നല്ലവരാവുക, നാടിലും നല്ലവരാവുക. നാടും വീടും നന്നായാൽ മനസ്സുകളും നാകും. നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. നല്ലതു മാത്രം കൂട്ടിലും കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. Oi.